പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമെന്നാണ്. മാത്രമല്ല തിന്മകൾ മായിച്ചു കളയും, കർമ്മത്തിന്റെ ഏടുകൾ നന്മകൾ കൊണ്ട് നിറക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല ശഅബാനിന്റെ പകുതിയാകുമ്പോൾ, അതിന്റെ പകുതിയിലെ രാത്രി എത്തുമ്പോൾ അല്ലാഹു വിശ്വാസികളിലേക്ക് പ്രത്യേകമായൊരു നോട്ടം നോക്കുമെന്നാണ് പ്രവാചകൻ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലയത്തൊലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ പകുതി എത്തുമ്പോൾ, ആ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു തന്റെ അടിമകളിലേക്ക് നോക്കും, പ്രത്യേകമായ ഒരു നോട്ടം. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അവന്റെ മുഴുവൻ അടിയാറുകൾക്കും അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രികിൻ, ശിർക്ക് ചെയ്തവർക്കൊഴികെ, ഔ മുശാഹിനിൻ, മുശാഹിനിനൊഴികെ. രണ്ടാളുകളെ അവിടെ മാറ്റി നിർത്തി ബാക്കിയുള്ള മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രി ശഅബാനിന്റെ പകുതിയിലാണ്. ആർക്കാണ് പുറത്തു കൊടുക്കാത്തത്? ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വിളിക്കുന്നതോടൊപ്പം അല്ലാഹുവല്ലാത്ത മഹത്തുക്കളെയും നബിമാരെയും മരണപ്പെട്ടു പോയ മഹാന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിൽ ഏതെങ്കിലും രൂപത്തിൽ ശിർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ അവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, ഈ സമയത്ത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല. രണ്ടാമതായി എണ്ണിപ്പറഞ്ഞ ആളുകൾ ഔ മുശാഹിൻ, വളരെയധികം ഭയപ്പെടേണ്ട ഒരു വിഭാഗം ആളുകളാണ്. ആരാണ് മുശാഹിൻ? പരസ്പരം തെറ്റി നിൽക്കുന്ന ആളുകൾ, കുടുംബ ബന്ധം മുറിച്ച ആളുകൾ, അയൽവക്ക ബന്ധം മുറിച്ച ആളുകൾ, സാഹോദര്യ ബന്ധം മുറിച്ച ആളുകൾ, പരസ്പരം വിദ്വേഷത്തിന്റെയും പകയുടെയും അസൂയയുടെയും കാരണം കൊണ്ട് തെറ്റി നിന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. നോക്കൂ നിങ്ങൾ, റമദാനിന്റെ തൊട്ടു മുൻപ് ശഅബാനിന്റെ പകുതിയിൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുറത്തു കൊടുക്കില്ലെന്ന് പറഞ്ഞവരിൽ എന്തിനായിരിക്കും മുശാഹിനെ എണ്ണി പറഞ്ഞത്? ചിന്തിച്ചു നോക്കൂ. ദാ റമദാൻ കടന്നു വരികയാണ്, ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാകൂ, ഇനിയെങ്കിലും നിങ്ങൾക്ക് മാറ്റമുണ്ടാകൂ, അല്ലാഹു പുറത്തു കൊടുക്കാത്തവരുടെ കൂട്ടത്തിലാകും നിങ്ങളെന്ന മുന്നറിയിപ്പാണ് സഹോദരങ്ങളെ തെറ്റി നിൽക്കുന്ന ഓരോ ആളുകൾക്കുമുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നോക്കൂ, മാതാപിതാക്കളോട് എന്തെല്ലാം കാര്യത്തിന്റെ പേരിൽ തെറ്റി നിന്നവരുണ്ട്. സ്വന്തം സഹോദരനോട്, ജ്യേഷ്ഠനോട് സംസാരിക്കാത്തവർ, അനിയനോട് സംസാരിക്കാത്തവർ, സഹോദരിമാരോട് സംസാരിക്കാത്തവർ, ഭർത്താക്കന്മാരും ഭാര്യയും തമ്മിൽ തെറ്റി നിൽക്കുന്നവർ. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര അയൽവക്ക ബന്ധങ്ങൾ. നോക്കൂ, റമദാനാകുമ്പോ നമ്മൾ പറയും, റമദാനല്ലേ കടന്നു വരുന്നത്, ഒന്ന് പൊരുത്തപ്പെട്, റമദാനല്ലേ വരുന്നത്, ഒന്ന് നന്നാക്, ഒന്ന് മാറ്റമുണ്ടാകട്ടെ. അതെ, ആ മാറ്റമുണ്ടാകാനുള്ള പ്രേരണയാണിത്. അല്ലാഹു ശഅബാനിൽ മുഴുവൻ മനുഷ്യർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുശാഹിൻ അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു മുശാഹിനായി കൂടാ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ശഅബാനിന്റെ മാസത്തെയും റമദാനിനെയും റജബിനെയും 3 മാസത്തെ ചേർത്തുകൊണ്ടവർ പറഞ്ഞത് ഷഹ്റു റജബിൻ, റജബ് എന്ന പവിത്രമായ മാസം, ഷഹ്റു സറഅ, അത് കൃഷി ഇറക്കാനുള്ള മാസമായിരുന്നു. വശഹ്റു ശഅബാൻ, ഈ ശഅബാൻ എന്ന മാസം ആ കൃഷിയെ നനക്കാനുള്ള മാസമാണ്, നനവിന്റെ മാസമാണ്. വശഹ്റു റമദാൻ, റമദാനാകട്ടെ ഷഹ്റു ഹസാദു സറഅ, ആ കൃഷി കൊയ്തെടുക്കാനുള്ള മാസമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൊയ്തെടുക്കാനുള്ള റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ശഅബാനിൽ ഒരു മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ശഅബാനിൽ എല്ലാവിധ നന്മകൾ കൊണ്ടും മുന്നൊരുക്കം നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.